അല്ല, തിന്നുന്നവനും കുളിക്കുന്നവനും കുർബാന കാണുന്നവനും മാമോദിസ മുങ്ങുന്നവനും കിട്ടുന്നതാവണമെന്നല്ലേ നിശ്ചയിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, സാത്താന് ദൈവത്തിൽ വിശ്വാസമില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മളിലെല്ലാം ഉണ്ട്. എന്നാൽ സാത്താന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മനസ്സിലാക്കി വരുന്നത്, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാനൊരു കത്തോലിക്ക ഗ്രൂപ്പിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ അനുഭവവും അവർ പഠിപ്പിക്കുന്ന ചില പഠനങ്ങളുമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചത്, എനിക്കെതിരെ വരുന്ന കമൻറ്റുകളും അതുപോലെ വരുന്ന കോളുകളും ഒട്ടുമിക്കതും പെന്തക്കോസ്ത് ഭാഗത്തു നിന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി, വാട്സാപ്പിലും ചോദ്യങ്ങളും കമൻറ്റുകളും പല കാര്യങ്ങളും കണ്ടപ്പോൾ പല വ്യക്തികളും കത്തോലിക്കരാണെന്ന് പറഞ്ഞ് തന്നെ വിളിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കത്തോലിക്കരുടെ ഇടയിലും ഇത്തരം തെറ്റായ പഠനങ്ങൾ വന്ന് കയറിയിട്ടുണ്ട്. അത് ഈ 120 പേരിൽ മാത്രമല്ല, അതിനേക്കാൾ വാസ്റ്റായി ഒരുപാട് പേരുടെ ഉള്ളിൽ ഇന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് അനേകമായ തെറ്റിദ്ധാരണകളും തെറ്റായ പഠനങ്ങളും ഉണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് അതിനെക്കുറിച്ച് കൂടെ വിശകലനം ചെയ്തിട്ട് നമ്മളൊന്ന് മുന്നോട്ട് പോവുകയാണ്. ജീവൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ നിങ്ങളുടെ പ്രഘോഷിക്കപ്പെട്ടത് നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടോ ഉണ്ടോ? പൗലോസിലെ ഗലാത്യ ലേഖനത്തിൽ നിങ്ങൾ തിന്നത് കൊണ്ടാണോ കിട്ടിയത്, അതോ നിങ്ങൾക്ക് മുങ്ങിയിട്ടാണോ കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കർമ്മം ചെയ്തിട്ടാണോ നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയത് എന്ന് പൗലോസ് ചോദിക്കുകയാണ്. അല്ലെ, നിങ്ങളോട് പ്രസംഗിച്ചത് നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. തിന്നാലും മുങ്ങിയാലും കുടിച്ചാലും കിട്ടോ? അപ്പോ ആ 1 മുതൽ വായിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിങ്ങളോട് തിന്നാലും കുടിച്ചാലും കിട്ടുമെന്ന് പറഞ്ഞത്? ആരാ നിങ്ങളോട്? ആരാ നിങ്ങളെ ഈ പരിശുദ്ധാത്മാവ് തിന്നാലും കുടിച്ചാലും മുറിച്ചാലും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആവിചാരം ചെയ്ത് ആരാണെന്ന പൗലോസ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ചെയ്താൽ കുടിച്ചാൽ കിട്ടും, തിന്നാൽ കിട്ടും, മുറിച്ചാൽ കിട്ടും, എന്തായാലും മുറിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് നിങ്ങളോട് ആരോ പറഞ്ഞു? നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ആവിചാരം ചെയ്ത് ആരാണെന്ന് ചോദിക്കുന്നതല്ലേ? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞ? തിന്നത് കൊണ്ട് കിട്ടുന്ന പറഞ്ഞ? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ആരാ ഈ തിന്നാ കിട്ടും കുടിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഭോഷനാണോ നിങ്ങൾ തന്നെ ചോദിക്കുന്നത്? ആരിതൊക്കെ പറയുന്നത്? തിന്നാ കിട്ടും കുടിച്ചാൽ കിട്ടും എന്നൊക്കെ പറയുന്നത് ആരാ? പൗലോസ് പറയുന്നു അല്ലെ, അതിന്റെ 5 മുതലുള്ള 5-6 മുതലുള്ള വാക്യം വായിച്ചു നോക്കി. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അല്ല, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ആത്മാവിനെ കിട്ടുന്നത്? നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണോ? നിങ്ങളുടെ തീറ്റയും കുടിയും കൊണ്ടാണോ? നിങ്ങളുടെ കുളിയും മുറിയും കൊണ്ടാണോ? അല്ല, നിങ്ങളോട് പ്രസംഗിച്ചത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്. ഗലാത്യർക്കെതിരെ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇദ്ദേഹം വായിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, ഇത് മാത്രം നിങ്ങളിൽ നിന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്തിലോ അതെയോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചുകൊണ്ടു. ഇവിടെ അപ്പോസ്തലൻ എടുത്ത് ഉപയോഗിക്കുന്ന വാക്യം വളരെ ക്ലിയർ ആണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വിഷയമാണ്. ഇത് മാത്രം ഞാൻ നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്. നമ്മുടെ വിഷയം എന്തായിരുന്നു? വിശുദ്ധ കുർബാനയുടെ സ്വീകരണം, യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം. ആ ശരീരരക്തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിത്യജീവന് വേണ്ടിയിട്ട്. ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ആ നിത്യജീവനെ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് എന്ന ഒരു പഠനത്തിലേക്ക് കൊണ്ടുപോവുക. അതായത് ഇദ്ദേഹത്തിൻ്റെ അറിവും ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും, നിത്യജീവൻ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ നിത്യജീവൻ. ഇതാണ് ഇദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നുന്നു, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എല്ലാം കഴിയുമ്പോൾ അവസാനം ഒരുവന്റെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്. എന്നാൽ ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് അത് നിങ്ങളുടെ സഹായകൻ എന്നാണ്. ആ സഹായകൻ വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കും.
സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കും. ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് പൂർണ്ണമാക്കും. നിന്നെ വിശ്വാസത്തിൽ വഴി നടത്തും. ആ സത്യാത്മാവ് നിങ്ങളെ വഴി നടത്തുന്ന, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നിങ്ങളുടെ സഹായകനാണെന്നാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതാണ് നിത്യജീവൻ. നിത്യജീവനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന ചിന്തയാണ്. അതാണ് ഗലാത്യ ലേഖനം അതിൻ്റെ 3:5 അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് ഞാൻ തോന്നുന്നത്. കാരണം അത് വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ വ്യാഖ്യാനം വെച്ചത്. വീണ്ടും ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലാണോ? അതാ ചോദ്യം. അതായത് നിങ്ങൾ പഴയ നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ മൃഗബലി അർപ്പിച്ചത് കൊണ്ടാണോ, നിങ്ങൾ കാളക്കുട്ടിയെയോ ആട്ടിൻകിടാങ്ങളെയോ എന്തെങ്കിലും ബലി അർപ്പിച്ചുകൊണ്ടാണോ നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്നത്? അതെയോ നിങ്ങൾ ക്രിസ്തു പറഞ്ഞത് കേട്ട് വിശ്വസിച്ചത് കൊണ്ടോ? ഇതാ ചോദ്യം. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ അതിനെ വെർട്ടിക്കലായിട്ട് മാറ്റി വേറൊരു തലത്തിലേക്ക്. യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചത് കൊണ്ടാണോ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നത് എന്നാണ് ഇദ്ദേഹം പഠിപ്പിച്ചു പോകുന്നത്. അതായത് ആ കോണ്ടസ്റ്റിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് മാറി, എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ആ കാര്യത്തിൽ നിന്നും പൂർണ്ണമായി വ്യതിചലിച്ച് നിത്യജീവൻ എന്ന കാര്യത്തിൽ നിന്നും മാറി പരിശുദ്ധാത്മാവ് എന്നൊരു വിഷയത്തിലേക്ക് പോയിരുന്നു. അത് മാത്രമല്ല, അവിടെയുള്ള വാക്യങ്ങൾ പ്രവൃത്തി എന്ന് കാണിക്കുന്നത് പഴയ നിയമ അനുഷ്ഠാനങ്ങളാണ്. എന്നാൽ അത് മുഴുവൻ കൊണ്ടുവന്ന് യേശുവിൻ്റെ ശരീര രക്തങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചത് കൊണ്ടാണോ, നിങ്ങൾ മുറിച്ചത് കൊണ്ടാണോ, നിങ്ങൾ ഭക്ഷിച്ചത് കൊണ്ടാണോ, നിങ്ങൾ തിന്നത് കൊണ്ടാണോ എന്നൊക്കെ ആവേശത്തിൽ ചോദിച്ച് ഈ പാവപ്പെട്ട അമ്മിച്ചിമാരെ പറ്റിക്കാനല്ലാതെ എന്തിനു പറ്റും? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇദ്ദേഹം പറയുന്നതെല്ലാം ആവേശത്തോടു കൂടി ഇരുന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ചേച്ചിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഈ ചേച്ചിമാർക്ക് മുഴുവൻ വിശ്വാസം ക്രിസ്തുവിനെയല്ല, ആരെയാണ്? ഈ അപ്പച്ചനെയാണ്. ഇദ്ദേഹത്തെയാണ് വിശ്വസിക്കുന്നത്, അന്ധമായി വിശ്വസിക്കുന്നു. കാരണം ഒരു തെളിവ് ഞാൻ തരാം. റോമാലേഖനം 8:31 ഇദ്ദേഹം പറഞ്ഞു, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഇതാണ് റോമ 8:31. ഇദ്ദേഹം കോട്ട് ചെയ്യുന്നത് റോമ 8:31. ഇദ്ദേഹകം പറഞ്ഞു തീരുന്നതിന് മുമ്പേ അമ്മച്ചി വായിക്കുന്ന വചനം റോമ 8:32. റോമാലേഖനം 8:31 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവരെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകുന്നവൻ. അതായത് ടങ് സ്ലിപ്പ് ആയിരിക്കാം, പക്ഷെ ഒരു പ്രാവശ്യമല്ല, അത് 2 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നു റോമ 8:31. പക്ഷേ ഈ ടങ് സ്ലിപ്പ് ഇദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന വിശ്വാസി എന്ത് ചെയ്യണം? ആ ടങ് സ്ലിപ്പ് അത് തന്നെയല്ലേ വായിക്കേണ്ടത്. അതായത് പഠിപ്പിക്കുന്നവന് റോമ 8:31 അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം, സ്കിപ്പ് ചെയ്ത് പറഞ്ഞു പോയതായിരിക്കാം. പക്ഷെ വായിക്കുന്നവൻ വായിക്കേണ്ടത് റോമ 8:31. അപ്പം അങ്ങനെ വായിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ഇത് വായിക്കണം. പക്ഷെ അവിടെ വായിക്കുന്നത് ഏതാണ്? റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? ഇത് അവർ ഒരാളല്ല വായിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കേട്ടു നോക്ക്. റോമാലേഖനം 8:31 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവരെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകുന്നവൻ. അവരെല്ലാവരും ഒരുമിച്ച് വായിക്കുക. റോമ 8:31 അവർ വായിക്കുക. ഞാൻ പോയി പരിശോധിച്ച് നോക്കി, സത്യവേദോസത്തിൽ ഇങ്ങനെയാണോ? അല്ല, അവിടെയും റോമ 8:31 ഇത് തന്നെയാണ്. POC ബൈബിളാണ് അവർ വായിച്ചത്. റോമ 8:31 അല്ല അവർ വായിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 8:31 ആണെങ്കിലും അമ്മച്ചിമാർ വായിക്കുന്നത് 8:32. ഇതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ഇദ്ദേഹം പാടുന്ന പാട്ട് ഏറ്റുപാടുന്ന കുറേ അന്ധവിശ്വാസികളാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്ഥിരം പറയുന്ന ആ പാട്ട് അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം തുടക്കം തുടങ്ങി ഇതിൻ്റെ റെഫറൻസ് തെറ്റിച്ചായിരിക്കും പറയുന്നത്. അവരിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. ഇവരാരും ബൈബിൾ പരിശോധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാര്യം. വേദപുസ്തകം പറയുന്നു, അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് മനുഷ്യന്റെ ഒരു പ്രവൃത്തികൾ കൊണ്ടുമല്ല, കേവലം വിശ്വാസത്താൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 3-ാം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു വിശ്വാസി അബ്രാഹത്തിന്റെ സന്തതിയാവുന്നത്? 6 മുതൽ വായിക്കണം. അബ്രാഹം തന്നെയും ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ നോക്ക്, അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ഒരു പ്രവൃത്തിയും ചെയ്തില്ല. അബ്രാഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് റോമാലേഖനം 4-ാം 3 മുതൽ വായിക്കുമ്പോൾ പ്രവൃത്തികൾ കൂടെ വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? ഈ വേദപുസ്തകം നിങ്ങളോട് എന്താണ് പറയുന്നത്? അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു,
അത് അവന് രക്ഷയായി തീർന്നു പറഞ്ഞു. അപ്പൊ വിശുദ്ധ ലിഖിതം എന്താ പറഞ്ഞു? അബ്രഹാം പരിച്ഛേദനം ചെയ്തിട്ടാണോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? അബ്രഹാം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? അടുത്ത വാക്യം വായിക്കും. ജോലി ചെയ്യുന്നവരുടെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ രക്ഷ കിട്ടുന്നതെങ്കിൽ, നീതീകരണം കിട്ടുന്നതെങ്കിൽ അത് കൂലിയാണ്. ദൈവം എന്ത് കൊടുക്കൂല? ദൈവം എന്ത് കൊടുത്താലും എന്താ കൊടുക്കുള്ളൂ? എങ്ങനെ കൊടുക്കുള്ളൂ? റോമാലേഖനം 8-31 വാക്യത്തിൽ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകുന്നവൻ. അപ്പൊ ദൈവം കൂലി കൊടുക്കോ? അപ്പൊ ഇവിടെ പറയാണ്, അതായത് 8:31 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് ദാനമായി നൽകിയവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകുന്നല്ലേ പറഞ്ഞ. അപ്പൊ ദാനമായി നൽകുന്നുവെങ്കിൽ പിന്നെ തെഞ്ഞുമുക്ക് കിട്ടുന്നത് ദാനമാണോ? എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്നത് ദാനമാണ്. അപ്പൊ ദൈവം ഈ നിത്യജീവനെ എങ്ങനെ തരുള്ളൂ എന്ന് പറഞ്ഞ ദാനമായിട്ടേ തരുള്ളൂ അല്ലെ? അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ വായിച്ച ജോലി ചെയ്യുന്നവരുടെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം. പ്രവൃത്തികൾ കൂടാതെ തന്നെ ഭാവിയെ നീതീകരിക്കുന്നവരിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം. അപ്പൊ പ്രവൃത്തികൾ കൂടാതെ തന്നെ ഭാവിയെ നീതീകരിക്കുന്നവരെ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം ദൈവം എന്താ നീതിയായി പരിഗണിക്കപ്പെടും എന്നല്ല പറഞ്ഞേ. അപ്പോ എങ്ങനെയാണ് അത് നീതിയായിട്ട് രക്ഷയായിട്ട് വരുന്നത്? പ്രവൃത്തിയാലാണ് അതോ വിശ്വാസത്താലാണ്? വിശ്വാസത്താൽ മാത്രം. ഒരു പ്രവൃത്തി എന്നോട് ചേർക്കാൻ പറ്റൂല. ചേർത്താൽ അതെന്തല്ല? ദാനമല്ല, അത് കൂലിയാണ്. വീണ്ടും റോമാലേഖനം 4 അതിന്റെ 2 മുതൽ വാക്യങ്ങൾ ഇദ്ദേഹം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. റോമാലേഖനം 4:2 മുതൽ അബ്രഹാം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനിക്കാൻ വകയുണ്ട്, ദൈവസന്നിധിയിലല്ലെന്ന് മാത്രം. വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. എന്നിട്ട് പറയാണ് പ്രവൃത്തി യാതൊന്നും വേണ്ട. കാരണം അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലേ അല്ല, വിശ്വാസത്താലാണ്. ഇതാരാ പറഞ്ഞത്? വിശുദ്ധ ലിഖിതം പറഞ്ഞതാണ്. അതായത് പഴയ നിയമ വിശുദ്ധ ലിഖിതത്തിൽ ഉൽപ്പത്തി പുസ്തകം കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നു, അബ്രഹാം വിശ്വാസം മൂലമാണ് നീതീകരിക്കപ്പെട്ടത്, അവന്റെ പ്രവൃത്തി മൂലമേ അല്ല. അതുകൊണ്ട് വിശ്വാസം മൂലമാണ് നമ്മൾ നീതീകരിക്കപ്പെടേണ്ടത്, പ്രവൃത്തി മൂലമേ അല്ല എന്ന് ഇദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതിന് 5-ാം വാക്യം, പ്രവൃത്തി കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ഈ പറയുന്ന സകല പ്രവൃത്തികളും പഴയ നിയമ ബലിയാകുന്ന ആ പ്രവൃത്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം അബ്രാഹത്തിന് ബലിയർപ്പിക്കാനായിട്ട് അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞിട്ടില്ല, മോശയുടെ കൽപ്പന അബ്രാഹത്തിന് കൊടുത്തിട്ടില്ല. ഇവിടെ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വെക്കുന്നത്. കാരണം അബ്രഹാം ആ പ്രവൃത്തികളൊന്നും ചെയ്യാതെയാണ് എന്ത് ചെയ്തത്? നീതീകരിക്കപ്പെട്ടത് എന്ന് വ്യക്തമായിട്ട് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നു. ഇനി അബ്രഹാത്തിന് യാതൊരു പ്രവൃത്തികളും ഇല്ല എന്നാണോ ദൈവവചനം പഠിപ്പിക്കുന്നത് എന്നുകൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. റോമാലേഖനം 4 പൗലോസ് അപ്പസ്തോലൻ എടുത്തു വെക്കുന്ന ആശയം എത്രയേ ഉള്ളൂ? അബ്രഹാമിന്റെ പ്രവൃത്തി മൂലമല്ല നീതീകരിക്കപ്പെട്ടത്, ദൈവം ആണ് അബ്രഹാമിനെ നീതീകരിച്ചത് എന്ന് കരുതി അവന്റെ പ്രവൃത്തി നോക്കത്തില്ല എന്നല്ല, അവന്റെ പ്രവൃത്തിയെയും ദൈവം നോക്കിയിട്ടുണ്ട് എന്ന് മറ്റ് അനേക വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നൊരു ക്രിസ്ത്യാനി രക്ഷ പ്രാപിക്കുന്നത് എൻ്റെ പ്രവൃത്തി മൂലമല്ല, ക്രിസ്തു യേശു കാൽവരിയിൽ ക്രൂശിതനായ പ്രവൃത്തി മൂലമാണ്. അവനാണ് ആ പ്രവൃത്തി ചെയ്തത്, സകലതും പൂർത്തിയായി എന്ന് പറഞ്ഞ് ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തി നമ്മൾക്ക് കാണാം. ആ ക്രൂശിന്റെ ഫലം എന്നിലേക്ക് വരുവാൻ യേശു എന്ത് ചെയ്തു? യേശു പറഞ്ഞു, എൻ്റെ ശരീര രക്തങ്ങൾ നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ പാനം ചെയ്യണം എന്ന് യേശു തന്നെ പറഞ്ഞു. കാരണം ആ ക്രൂശിലെ ബലി അവൻ അർപ്പിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 53-10 വാക്യം പറഞ്ഞു, അവൻ ഈ ബലികളെല്ലാം അർപ്പിക്കുമ്പോഴും അവൻ വരാനിരിക്കുന്ന തലമുറയെ കണ്ടു. കാരണം ഈ തലമുറ, ഈ 2000-ലുള്ള തലമുറ അന്ന് ജീവിച്ചിരിക്കുന്നില്ല. അവർ ചെയ്യുന്ന പാപങ്ങൾ കൂടെ കണ്ട് ആ പാപത്തിന് പരിഹാരമായി അവൻ്റെ രക്തവും അവൻ്റെ ശരീരവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം എന്ന് ഒരു കൽപ്പന കൂടി കർത്താവ് കൂടെ വെച്ചു. അത് ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു പറഞ്ഞു, നിന്റെ പ്രവൃത്തി മൂലമല്ല. ഏത് പ്രവൃത്തി? നിന്റെ ബലിയർപ്പണമോ പഴയ നിയമ ബലികളോ ഒന്നും മൂലമല്ല, നിന്റെ നേർച്ച കാഴ്ചയോ ഒന്നും മൂലമല്ല. നീ മലയാറ്റൂർ മലയിലേക്ക് വലിഞ്ഞു കയറി, നോ, അതല്ല. നീ നടന്ന് മലയാറ്റൂര് പോയി, അല്ല. നീ ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയിലുമല്ല, ക്രിസ്തു കാൽവരിയിൽ ചെയ്ത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രവൃത്തി വഴിയാണ്, അവൻ്റെ രക്ഷയാണ് നിന്നിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ മറ്റൊരു കാര്യം അതിന് കൂടെയുണ്ട്. അത് നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ
വിശ്വസിക്കുമ്പോൾ അതിനനുസരണമായ വിശ്വാസത്തിൻ്റെ അനുസരണമായ ഒരു പ്രവൃത്തി കൂടെ അതിൻ്റെ കൂടെ വേണമെന്നുള്ളത് ദൈവവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇനി അപ്പസ്തോലനായ പൗലോസ് ഹെബ്രായ ലേഖനത്തിൽ എന്താണ് പറയുന്നത് എന്നുകൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏറ്റവും കൂടുതൽ കൃപയെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? അപ്പസ്തോലനായ പൗലോസാണ്. അപ്പം കൃപയെക്കുറിച്ച് മുഴുവൻ പറഞ്ഞപ്പോൾ കൃപയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കൂടി ഒരുമിച്ച് ചേർത്ത് അപ്പസ്തോലൻ പറഞ്ഞ കാര്യങ്ങൾ കൂടെ നമ്മൾ വായിക്കണ്ടേ? ഹെബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം നമുക്കറിയാം വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത്. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ 4-ാം വാക്യം നമ്മളൊന്ന് വായിച്ചേ. വിശ്വാസം മൂലം ആബേൽ കായേൻ്റെതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു, അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. രണ്ടുപേരെയും പ്രവൃത്തി എടുത്തിട്ട് പറയാം. കായേൻ്റെയും ആബേലിൻ്റെയും പ്രവൃത്തി പറയാണ്. വിശ്വാസം മൂലം ആബേൽ കായേൻ്റെതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി പ്രവൃത്തിയാണ്. അവിടെ പ്രവൃത്തിയെ വെച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് വിശ്വാസം മൂലമുള്ള പ്രവൃത്തി അവനിൽ ഉണ്ടായിരിക്കണം. കൃത്യമായി ദൈവവചനം പറയുക. എനിക്ക് വിശ്വാസം മാത്രമുണ്ടെന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരിക്കാനല്ല, വിശ്വാസത്തിന്റെ അനുസരണമാകുന്ന പ്രവൃത്തി ഉണ്ടായേ തീരൂ. വീണ്ടും 11:7 നമ്മൾ എന്താ വായിക്കുന്നത്? വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരന് രക്ഷിക്കുവാൻ വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. നോഹ ഒരു പെട്ടകം നിർമ്മിച്ചു. ഇന്ന് വരെ കേട്ടിട്ടില്ല. യേശു പറഞ്ഞ എൻ്റെ ശരീര രക്തങ്ങൾ നിങ്ങൾ ഭക്ഷിക്കി. ഇന്ന് വരെ മനുഷ്യൻ കേട്ടിട്ടില്ല. അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. നമുക്ക് തുല്യമാണ് നോഹ. നോഹയ്ക്കും അറിയത്തില്ല, ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു ജലപ്രളയം, ലോകം മുഴുവൻ ഒറ്റയടിക്ക് നശിപ്പിക്കുന്ന ഒരു പ്രളയം. പക്ഷെ നോഹ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ അനന്തരമായ അനുസരണത്തിന്റെ പ്രവൃത്തി നോഹയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ദൈവവചനം. ഞാനല്ല പറഞ്ഞേ, അപ്പസ്തോലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുകയാണ്. ഇതാ കൃത്യമായി പറയുന്നു, വിശ്വാസത്തിന്റെ അനുസരണമാകുന്ന പ്രവൃത്തി നോഹയുടെ കൂടെ ഉണ്ടായി. അത് അവന് രക്ഷയായി മാറി എന്ന് പറയുന്നത്. അതവന് രക്ഷയായി മാറി. വീണ്ടും 11:8 നമ്മളൊന്ന് വായിച്ചു നോക്കി. വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ അവൻ പുറപ്പെട്ടു. അവൻ ഇറങ്ങി. ആ ഇറങ്ങിയത് പ്രവൃത്തിയാണ്. അവൻ ഇറങ്ങി. വിശ്വാസം മൂലം അവൻ ഇറങ്ങി. എനിക്ക് വിശ്വാസം, ഓക്കെ കർത്താവേ വിശ്വാസമൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരിയാണ്, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ അബ്രഹാം ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എന്ത് സംഭവിക്കും? എനിക്ക് വിശ്വാസമുണ്ട് കർത്താവേ, നീ അടിപൊളിയാണ്, നീ സംഭവമാണ്, കർത്താവേ നീ ശരിയാണ്. നമ്മൾ ഈ നമ്മുടെ ചേട്ടൻ പറഞ്ഞ പറ്റേ പുള്ളി കുറേ തമാശയൊക്കെ അതിൻ്റെ ഇടയിൽ വിടുന്നുണ്ടല്ലോ, അതുപോലെ നീ എല്ലാം സൂപ്പറാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരുന്ന കർത്താവ് പറയാ, അല്ല, അബ്രഹാം വിശ്വസിച്ചു, അവൻ ഇറങ്ങി. വീണ്ടും 11:17 വാക്യം നമ്മളൊന്ന് വായിച്ചേ. അത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. വിശ്വാസം മൂലം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസ്ഹാക്കിന് സമർപ്പിച്ചത്. ഇസ്ഹാക്കിലൂടെ, ആ പ്രവൃത്തിയിലൂടെ, വീണ്ടും പറയുക, ഇസ്ഹാക്കിന് സമർപ്പിച്ചു വിശ്വാസം മൂലം. അപ്പൊ വിശ്വാസത്തിന്റെ എന്തുണ്ടാകണം? അനുസരണ പ്രവൃത്തി ഉണ്ടാകണം. അനുസരണമാകുന്ന പ്രവൃത്തിയില്ല. യേശുവിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകത്തില്ല, ഞങ്ങൾ കുർബാന സ്വീകരിക്കത്തില്ല, നടക്കത്തില്ല. അതെ, കർത്താവ് പറഞ്ഞ അവന് വിശ്വാസിയല്ലെന്ന്, അവൻ അന്ധവിശ്വാസി, അവൻ അവിശ്വാസിയാ. കർത്താവിനെ തള്ളും, അവന് വിശ്വാസിയായിട്ട് പരിഗണിക്കത്ത പോലും ഇല്ല. ഈ 120 പേരടങ്ങുന്ന എല്ലാവരോടും കർത്താവ് പറയാം, നിങ്ങളെ വിശ്വാസിയായിട്ട് കർത്താവ് പരിഗണിക്കത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം പിന്നീടും ഒരുപാട് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് മുഴുവൻ നമ്മൾ ചിന്തിച്ചു പോകാൻ നമുക്ക് സമയമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ കൂടുതലായി ഞാൻ എന്താണ് പറയേണ്ടത്? ഗിദയോൻ, ബാറക്ക്, സാംസൺ, ജഫ്ത, ദാവീദ്, സമൂവേൽ, സകലരുടെയും പ്രവൃത്തിയെക്കുറിച്ച്, വിശ്വാസം മൂലമുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുക, സമയം പോരാ. ഞാനും പറയാം, സമയം പോരാ, നമുക്ക് സമയം പോരാ, ഇത് മുഴുവൻ ചിന്തിക്കാനുള്ള സമയം പോരാ എന്ന് പറയുക. വീണ്ടും പ്രവൃത്തിയെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 21-ാം വാക്യം, അബ്രഹാമിന്റെ പ്രവൃത്തിയിൽ നമുക്ക് തുടങ്ങാം. 21-ാം വാക്യം, നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ? പ്രവൃത്തി ഇല്ലാതെയാണോ? അല്ല, പ്രവൃത്തിയിലൂടെ. എന്ത് പ്രവൃത്തി? നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പഴയ നിയമം പറയുകയാണ് വിശ്വാസം മൂലമാണ് നീതീകരിക്കപ്പെട്ടത്. എന്നാൽ പുതിയ നിയമം പറയുകയാണ് നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ? ബലിയർപ്പിച്ചില്ല, ബലിയർപ്പിക്കാൻ പോയ പ്രവൃത്തി വഴിയല്ലേ? എന്നിട്ട് താഴെ പറയുകയാണ്, അവന്റെ വിശ്വാസം അവന്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം
പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. വിശ്വാസം എങ്ങനെ പൂർണ്ണമാക്കപ്പെടുന്നു? പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നു. എന്നെ വിളിച്ച് ചേട്ടനും മനസ്സിലാക്കി പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നു. ആ ചേട്ടനും പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഉണ്ടാകണം. ചേട്ടൻ അബദ്ധത്തിൽ പറഞ്ഞു പോയി, ആ കൂട്ടത്തിൽ നിന്നുള്ള വിളിച്ച് ചേട്ടനാ. അപ്പൊ പ്രവൃത്തി വേണം. എങ്ങനെ ആ പ്രവൃത്തി ഉണ്ടാകും? ഇത് പൂർണ്ണമാക്കപ്പെടത്തുള്ളൂ. വിശ്വാസത്തിന് അനുസരണമായ പ്രവൃത്തിയാണ് നിന്റെ വിശ്വാസത്തെ പൂർണ്ണമാക്കുന്നത്. 90% ഉണ്ട്, 10% നിന്റെ പ്രവൃത്തിയാണ് പൂർണ്ണമാക്കുന്നത്. അതായത് നീ എന്ത് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ആ വിശ്വാസത്തിന് അനുസരണമായ പ്രവൃത്തി ഇല്ലെങ്കിൽ പൂർണ്ണമല്ല, നീ വിശ്വാസിയല്ല, അവിശ്വാസിയാണ്. ഞാനല്ല പറഞ്ഞത്, യാക്കോബാ പറഞ്ഞത്, യാക്കോബിന്റെ ലേഖനത്തിലാണ് പറഞ്ഞത്. അപ്പൊ യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൽ പറയുകയാണ് ആ പ്രവൃത്തി വേണം. ഏത് പ്രവൃത്തി? വിശ്വാസത്തിന്റെ അനുസരണമാകുന്ന പ്രവൃത്തി കൂടിയേ തീരൂ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് നിറവേറി. അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഏത് പ്രവൃത്തി? ന്യൂ ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി, യേശു പറഞ്ഞ പ്രവൃത്തി, യേശു പഠിപ്പിച്ചത്. പാവങ്ങളെ സഹായിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, സ്ത്രീയെ ആസക്തിയോടെ നോക്കരുത്, കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. ഇങ്ങനെ അനേക കാര്യങ്ങൾ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ആ പ്രവൃത്തി അവന് കൂടിയേ തീരൂ. അവന് പ്രവൃത്തി വേണം. പ്രവൃത്തി ഇല്ലാത്ത നിന്റെ വിശ്വാസം കാണിക്കുക, അത് അതിൽ തന്നെ നിർജീവമാണ്. കർത്താവ് പറയുക. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തി കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ പ്രവൃത്തി വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം എന്നാണ് യാക്കോബ് പറയുന്നത്. അതായത് പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്, ചത്ത വിശ്വാസമാണ്. നീ വിശ്വാസിയല്ല, നീ അന്ധവിശ്വാസിയാണ്, നീ അജ്ഞനാണ്, നീ അവിശ്വാസിയാണ്, യാക്കോബ പറയുന്നത്. വീണ്ടും റാഹാബ്, അതിൻ്റെ 25-ാം വാക്യം, റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തേക്ക് അയക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്? റാഹാബ് ചെയ്ത പ്രവൃത്തിയല്ലേ വംശാവലിയിൽ അവളുടെ പേര് വന്നത്, അവൾ നീതീകരിക്കപ്പെട്ടത്, അവൾ ദൈവമകളെന്ന് വിളിക്കപ്പെട്ടത്, അവൾ തെരഞ്ഞെടുക്കപ്പെട്ടത് അവളുടെ പ്രവൃത്തി മൂലമാണെന്നേ. ഏത് പ്രവൃത്തി? അവളുടെ പഴയ പ്രവൃത്തി വെച്ചിട്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, ക്രിസ്തു പറഞ്ഞത് നീ പ്രവർത്തിച്ചേ പറ്റൂ. ഈ 120 പേരോടും നമ്മുടെ ഈ ഉപദേശിക്കുന്ന നമ്മുടെ പോളേട്ടനോടും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. പോളേട്ടൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പ്രവൃത്തി ഒന്നും വേണ്ട എന്നും പറയുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് തന്നെയാണ് സാത്താനും പറയുന്നത്. ഒരു വ്യത്യാസമില്ല, ഇത് തന്നെ പിശാച് പറയുന്നത്. അപ്പം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് പിശാചാണെന്ന് തിരിച്ചറിയാൻ, നിങ്ങളുടെ ഈ പഠനത്തിന്റെ പുറകിൽ സാത്താനാണെന്ന് തിരിച്ചറിയാൻ വേറെ ഒരു ചിന്തയും വേണ്ട. കാരണം ഇത് പഠിപ്പിച്ചതും നിങ്ങളെ ഇതുപോലെയാക്കുന്നതും ഈ അന്ധതയിൽ നിങ്ങളെ കെട്ടിയിടുന്നതും പിശാചാണ്. ഈ ഒരൊറ്റ വാക്യം വായിച്ചാൽ മതി. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ദൈവമേകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങളും പിശാചും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ പിശാചിനേക്കാൾ മോശമാണെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. കാരണം വചനം കേൾക്കുമ്പോൾ ഭയന്നു വിറയ്ക്കും പിശാച്. എന്ത്? കൃത്യമായിട്ട് പറയുകയാണ്, ദൈവമേകനാണെന്ന് അവൻ വിശ്വസിക്കുന്നു, പിശാചുക്കളും വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അവർക്കൊരു ഭയമുണ്ട്, നിങ്ങൾക്കതില്ല. യേശുവിൻ്റെ ശരീരത്തെ ചത്ത ശരീരമാണെന്ന് ഉപമിക്കുന്നു. ഇത് മാറുന്നത്, ഇത് വെറും ഒരു അപ്പക്കഷ്ണമാണ്, ഇത് രക്തമായിട്ട് മാറുന്നില്ല എന്ന് നിങ്ങൾ വിശ്വാസം മൂലം പോലും ഇത് രക്തമായിട്ടോ ഇത് ശരീരമായിട്ടോ മാറത്തില്ല എന്ന് നിങ്ങൾ പറയുന്നു. പകരം നിങ്ങൾ എന്ത് പറയുന്നു? ഇതെന്തായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. എന്തായിട്ട് മാറുന്നു എന്ന് പറയുന്നത്? ഇദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് മനുഷ്യൻ ഭക്ഷിച്ച് കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കക്കൂസയിൽ പോകുന്നതായി മാറുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് യേശുവിൻ്റെ ശരീരത്തെ അങ്ങനെ അവഹേളിക്കാൻ പോലും മടിയില്ലാത്തവരായിവര്. ഇതാണ് സാത്താൻ ഇതാണ്. പിശാച് യേശുവിൻ്റെ ശരീരത്തെ അവഹേളിക്കുന്നവനാണ്, യേശുവിൻ്റെ രക്തത്തെ അവഹേളിക്കുന്നവനാണ്. ആ സാത്താൻ ഏത് ചെയ്യത്തുള്ളൂ? ആ സാത്താൻ തന്നെയല്ലേ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. സാത്താനും വിശ്വസിക്കുന്നു ദൈവവേഗനാണെന്ന്. യാക്കോബ് കളിയാക്കിയിട്ടാണ് പറയുന്നത്. എടാ, സാത്താനും വിശ്വാസമുണ്ട് ദൈവവേഗനാണെന്ന്. ഉള്ളത് നിങ്ങൾക്കും വിശ്വാസമുണ്ട് ദൈവവേഗനാണെന്ന്. ദൈവത്തിൽ നിങ്ങൾക്കും വിശ്വാസമുണ്ട്, നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ 120 പേരും പറയാം ഞങ്ങൾക്കും വിശ്വാസമുണ്ട്, ഞങ്ങളും വിശ്വാസികളാണ്,
പക്ഷെ എന്തില്ല? വിശ്വാസത്തിന്റെ അനുസരണമാകുന്ന പ്രവൃത്തി നിങ്ങളിലില്ലെങ്കിൽ നിങ്ങൾ സാത്താനാണ്. സാത്താന് തുല്യമാണ് നിങ്ങൾ. മറ്റൊരു വിശ്വാസവും വേണ്ട, മറ്റൊരു ചിന്തയും വേണ്ട. നിങ്ങളാണ് പിശാചിന്റെ ആളുകൾ, സാത്താന്റെ കൂടെ നടക്കുന്നവർ, സാത്താനിക പ്രബോധനങ്ങൾ കൊണ്ടു നടക്കുന്നവരെന്ന് ഇതിൽ തന്നെ വ്യക്തമാണ്. അതായത് പിശാച് വിശ്വസിക്കുന്നു ദൈവഏകനാണെന്ന്, പോളേട്ടനും വിശ്വസിക്കുന്നു ദൈവഏകനാണെന്ന്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഇദ്ദേഹം പറയുകയും ചെയ്യുന്നു, ഇദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുന്നു. 120 പേരും വിശ്വസിക്കുന്നു, വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നു. ഇത് തന്നെയാണ് പിശാചും വിശ്വസിക്കുന്നത്. പിശാചിനും അറിയാം ഈ കാര്യം. അപ്പം നിങ്ങളും പിശാചും തമ്മിൽ യാതൊരു വിധ വ്യത്യാസവുമില്ല. ഞാനല്ല പറഞ്ഞ്, യാക്കോബിന്റെ ലേഖനമാണ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 20-ാം വാക്യം പറയുകയാണ്, മൂഢനായ മനുഷ്യ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? അതായത് ഇങ്ങനെയുള്ള അപ്പച്ചന്മാരോട്, ഇങ്ങനെ പഠിപ്പിക്കുന്ന മാന്യന്മാരായ വ്യക്തികളോട്, ഈ മാന്യനോട് കർത്താവ് ചോദിക്കുക യാക്കോബിന്റെ ലേഖനത്തിൽ, ഹേ മൂഢനായ മനുഷ്യ, പ്രായമൊക്കെ ഇത്രയായല്ലോ, ദൈവോധനമൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പിശാചിന് തുല്യനാണല്ലോ, ഒരു പിശാചിന്റെ അത്രയും പോലും അറിവുള്ളൂ നിങ്ങൾക്ക്. അതാ പറയുന്നത്, ഹേ മൂഢനായ മനുഷ്യ, പ്രവൃത്തിയൊന്നുമില്ലാത്ത വിശ്വാസം നീ ഒന്ന് കാണിച്ചുക. എന്ത് വിശ്വാസം അത്? അത് സാത്താന്റെ വിശ്വാസമാണ്. സാത്താൻ എങ്ങനെയാ? സാത്താൻ ഒരു പ്രവൃത്തിയും വേണ്ട, ഒരു പ്രവൃത്തി നോക്കത്തില്ല. സാത്താനെ സംബന്ധിച്ച് ഇത് പഠിപ്പിക്കാൻ സാത്താനെ പറ്റത്തുള്ളൂ. ഇങ്ങനെ പഠിപ്പിക്കാൻ ഒരു പ്രവൃത്തിയും വേണ്ട, വിശ്വാസം മാത്രം മതി എന്ന് പഠിപ്പിക്കാൻ സാത്താനെ പറ്റത്തുള്ളൂ. കാരണം എന്താ? നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, നിന്നെ നീതീകരിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ പ്രവൃത്തിയും വേണ്ട എന്ന് പറയുമ്പോൾ നാളെ നിന്നെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ പ്രവൃത്തി ഒന്നും നോക്കത്തില്ല. നീ വ്യഭിചാരം ചെയ്തോ കുഴപ്പമില്ല, നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ആരാ പഠിപ്പിക്കുന്നത്? സാത്താൻ പഠിപ്പിക്കുന്നതാ. അപ്പൊ നിങ്ങളുടെ പഠനം സാത്താന്റെ പഠനമാണെന്ന് ഇതിൽ വ്യക്തമാണ്. നീ കൊലപാതകം ചെയ്തോ, കാരണം കർത്താവ് നിന്റെ പ്രവൃത്തി നോക്കുന്നില്ലെന്നേ. കർത്താവ് പ്രവൃത്തിയെ നോക്കുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നതിന് തന്നെ കുഴപ്പം, കൊലപാതകം ചെയ്യുന്നതിന് തന്നെ കുഴപ്പം, ഒരു കുഴപ്പമില്ല, എല്ലാവരും സ്വർഗരാജ്യത്തിൽ ചെല്ലും. ഇതാണ് ഈ പഠനത്തിന്റെ ഏറ്റവും അപകടകരമായ ചിന്ത. അവിടെയാണ് ദൈവവചനം പറയുന്നത്, ഈ പഠനം സാത്താന്റെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് സാത്താനും ഉള്ളതാണ്. നീ സാത്താന് തുല്യനാണ്. തുലനം ചെയ്തിട്ടാണ് യാക്കോബ് പറയുന്നത്. കർത്താവിന് അറിയാമായിരുന്നു നിങ്ങളെപ്പോലുള്ളവർ അവസാന കാലത്ത് ഉദയം ചെയ്യുമെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ 120 പേരും അവരുടെ കുടുംബാംഗങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളവരും സത്യം തിരിച്ചറിയണം. ഈ പഠനത്തിൽ ആരെങ്കിലും ഒരു തവണ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രവൃത്തിയും വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ വേണ്ട, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന, കർത്തൃമേശ, അന്ത്യത്താഴം, ഏത് പേരിട്ട് വിളിച്ചാലും ഇത് പുതിയ നിയമസഭയ്ക്കല്ല, ഇത് ഇസ്രായേലിന് മാത്രമുള്ളതാണ്, യഹൂദന് മാത്രമുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്ന ഇവരുടെ തലതൊട്ടപ്പനുണ്ട്. അടുത്ത ക്ലാസ് മുതൽ ആ തലതൊട്ടപ്പനോടുള്ള കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ തലതൊട്ടപ്പൻ പെന്തക്കോസ്തിനെ പിടിക്കത്തുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല. അനേക കത്തോലിക്ക വിശ്വാസികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിലൂടെ എന്നെ ബന്ധപ്പെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ തലതൊട്ടപ്പൻ്റെ പഠനം യഹൂദൻ പറഞ്ഞിരിക്കുന്നത് യഹൂദിന് വേണ്ടി മാത്രം, സുവിശേഷങ്ങൾ മുഴുവൻ യഹൂദിന് വേണ്ടി മാത്രം, പൗലോസിൻ്റെ ലേഖനം മാത്രം നമുക്കുള്ളത്, പൗലോസാണ് കൃപയെക്കുറിച്ച് പറഞ്ഞത്, വിജാതീയരുടെ അപ്പസ്തോലൻ പൗലോസാണ്, അതുകൊണ്ട് പൗലോസിൻ്റെ ലേഖനം മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന തലതൊട്ടപ്പൻ്റെ പൈശാചിക പഠനങ്ങൾക്കെതിരെയാണ് നാളെ മുതൽ നമ്മൾ കൃപയാൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുവരെ ദൈവം നമ്മളെ കാക്കട്ടെ. ഇത്തരം തിന്മകളിലേക്ക്, ഇത്തരം അന്ധമായ പഠനങ്ങളിലേക്ക് സാത്താൻ നമ്മളെ കൊണ്ടുപോകാതിരിക്കാൻ നമ്മളെപ്പോഴും അലർട്ടായിരിക്കുക. ദൈവവചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ കരുതട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.